പാലത്തിന് രണ്ട് പേര്, പാനേക്കാവും പോണേക്കാവും. ഇതിൽ ഏത് പേര് ഉറപ്പിക്കുമെന്ന് സംശയിച്ച് യാത്രക്കാർ. പാനേക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പുല്ലുവഴിയിലെ പാലം പാനേക്കാവ് എന്നറിയപ്പെടുന്നത്. 2 വാർഡുകൾക്കിടയിൽ പുതുക്കി നിർമ്മിച്ച പാലത്തിന്റെ ഒരു വശം പോണേക്കാവ് പാലമെന്നും മറുവശം പാനേക്കാവ് പാലം എന്നുമാണ് എഴുതിയിരിക്കുന്നത്. പോണേക്കാവ് ഭദ്രകാളി ക്ഷേത്രം ഇടപ്പള്ളിയിലാണ്. എന്നാൽ പുല്ലുവഴിയിലെ പാനേക്കാവിനോട് ചേർന്നുള്ള പാലത്തിന് എന്തിനാണ് 30 കിലോമീറ്റർ അപ്പുറമുള്ള പോണേക്കാവിന്റെ പേരിട്ടതെന്നാണ് പുല്ലുവഴി നിവാസികൾ ചോദിക്കുന്നത്. 2023 ഈ പാലം പൊളിച്ച് നന്നാക്കാനായിട്ട് സർക്കാർ തീരുമാനമെടുത്ത് പൊളിച്ചത്. അപ്പോൾ അന്ന് പൊളിക്കാൻ നേരത്തെ ഈ പാലത്തിൻ്റെ ഒരു ഫലകം അവിടെ ഇട്ടിട്ടുണ്ട് 2023. അതിൽ പോണേക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തണമെന്ന് നമ്മൾ പലവട്ടം പലരോടും പറഞ്ഞതാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പോലും ഇപ്പോൾ പാലം പുനർനിർമ്മാണം എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും ആ തെറ്റ് ഇതുവരെയും തിരുത്താതെ ഒരു വശത്ത് പോണേക്കാവ് എന്നും മറുവശത്ത് പാനേക്കാവ് എന്നുമാണ് ഇതിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നാട്ടുകാർ പലരും ഇത് പലതവണയായിട്ട് ഇവിടെ എല്ലാം ചർച്ചാ വിഷയമായി പലരും പറഞ്ഞു. ഒരു പാലത്തിൽ ഇങ്ങനെ ഒരു 2 വശവും ആ പാലത്തിനൊരു അഡ്രസ്സില്ല, വ്യക്തിത്വം ഇല്ലാതെ അയക്കുന്ന ഒരു രീതിയായിട്ട് ഇത് നമുക്ക് തോന്നിയത്. നമ്മുടെ പേര് പോലും ഒരു ഇൻഷ്യൽ മാറിയാൽ കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ ഒരു പാലത്തിൽ, അതും പ്രത്യേകിച്ചും പാനേക്കാവ് ഭഗവതി ക്ഷേത്രം ഇതിന് തൊട്ടടുത്തുണ്ട്. ആ പേരിൽ തന്നെയാണ് ഈ പാലവും ഈ നാട്ടുകാരും എല്ലാം പറയുന്നത്. അതിനെയാണ് ഇങ്ങനെ വക്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പലതവണ നമ്മൾ പല വേദികളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇത് ഉദ്ഘാടന സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും നാളെ ഇതുവരെയായിട്ട് ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സുഹൃത്ത് സംസാരിച്ചതിന് തുടർച്ചയായിട്ട് പറയാണ്, ഇത് അധികാരികളുടെ എത്തിയിട്ട് ഈ ശിലാഫലകം ഒന്ന് മാറ്റി പോണേക്കാവ് എന്നുള്ളത് പാനേക്കാവ് ആക്കി തരണമെന്ന്, അത് റെക്കോർഡിങ്ങിലായിട്ടുണ്ടെങ്കിൽ അതും തിരുത്തി ശിലാഫലകം മാറ്റി പാനേക്കാവാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അച്ചടി പിശക് സംഭവിച്ചതാണെങ്കിൽ അത് തിരുത്തുവാനായി ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നിട്ടും അക്ഷരത്തെറ്റ് തിരുത്തുവാൻ ആരും തയ്യാറായില്ല. കേവലം ഒരു സ്ഥലപ്പേര് പോലും തെറ്റാതെ എഴുതാനറിയാത്ത സാംസ്കാരിക ബുദ്ധിജീവികളുടെ നാടാണോ പുല്ലുവഴിയെന്നാവും മറ്റു സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർ ചിന്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.